ആര് വിശ്രമിക്കും? കറ കൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കരുതലായി പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും ഇങ്ങനെയുള്ളവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും നശിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. അങ്ങയുടെ ആഗമനത്തിൽ ഭൂമിയെ സുഖവരം ജപിച്ച കർത്താവേ, കുരിശുമരവഴികളുടെ സഭയെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഭിന്നതകൾ അവസാനിപ്പിച്ച് സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടും വിയർപ്പിക്കാൻ ഞാൻ സഹായിക്കണമേ. പത്രോസാർന്ന പാറമേൽ അങ്ങ് പണ്ടൊരു തിരുസഭ അങ്ങയുടെ ആശീർവാദത്തിനും സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ മുഖത്തിൽ നിർമ്മിയോട്ടി നീ ഭവനത്തെ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കരുകൾ ഒന്നുകൂടുന്ന എല്ലാവരും രക്ഷിക്കണമേ. ഞങ്ങൾ അങ്ങയെ പരിജ്ഞാനത്തിന്റെയും ഈ കപ്പയുടെ വൃത്തിമത്സ സന്തോനസിന്റെയും ശിവസേനത്തിന്റെയും പ്രാർത്ഥന സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുകൾ തട്ടിൽ സെന്റ് സെബാസ്റ്റ്യന്റെയും ഈ കപ്പേള ആശീർവദിച്ച ശേഷം തിരുനാൾ കൊടികയറ്റം കഴിഞ്ഞ് പള്ളിയിൽ ദീപലിയുണ്ട്. മധ്യയായിരിക്കും പ്രസംഗം നടക്കുക. ഇവിടെ ഉണ്ടാകേണ്ട ഹാളിൻ്റെ മതോദര ഹാളിൻ്റെ ശില വെഞ്ചിച്ച് വെച്ചിട്ടുണ്ട്. ആ ഹാളിന് വിഷയം വേണ്ടതായ പണം സമാഹരിക്കാനുള്ള ഉദ്യമമൊക്കെ നടക്കുന്നുണ്ടല്ലോ. എല്ലാം ഭംഗിയാകാൻ പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈ ഇടവേള എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ കപ്പേള പണിതു തന്ന എഞ്ചിനീയർ ഉള്ളിൽ ബാലകൃഷ്ണൻ സനീഷിന് ഒരു മെമന്റോ ഉപഹാരം ഇപ്പോൾ തന്നെ പിതാവ് കൊടുക്കുന്നതാണ്. ഉണ്ട്, കുഴപ്പമില്ല. ഫോട്ടോയിൽ പെടാത്തൊരു വീഡിയോയിൽ പെടും എന്തായാലും. കരഘോഷ